പുതിയ മന്ത്രിസഭ അധികാരത്തിലെത്തിയില്ലേ, ഏതെങ്കിലും മന്ത്രിക്ക് PA വേണോന്ന് അറിയണമല്ലോ. നീ ആ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കറങ്ങാൻ പോവല്ലേടാ? എടി പോത്തെ, നീ ഇവനെപ്പോലൊരു വിഡ്ഢിയായാലോ? പോസ്റ്റ്മാനാ? ഇപ്പോഴുണ്ടോ ഈ പോസ്റ്റ്മാനൊക്കെ? ഈ മൊബൈല് വന്നതിന് ശേഷം ഇതൊക്കെ അന്യം നിന്നാ ഞാൻ കരുതിയത്. ശ്രീലക്ഷ്മി ഉണ്ടോ ഇവിടെ? ഇല്ലല്ലോ, അവൾ അമ്പലത്തിൽ പോയിരിക്ക. ഒരു രജിസ്റ്റർ ഉണ്ടായിരുന്നു ശ്രീലക്ഷ്മിക്ക്. എന്റെ തന്നാ മതി, അവള് വരാൻ താമസമുണ്ട്. രജിസ്റ്റർ ലെറ്ററൊക്കെ അവരവരുടെ കൈ കൊടുക്കണമെന്നാ നിയമം. സാറേ, ഞാൻ അവളുടെ അച്ഛനും അവളെ അമ്മയാ. നിയമവിരുദ്ധ, എന്നാലും പോട്ടെ. ഇതിലൊന്ന് സൈൻ ചെയ്യണേ. ഇവിടെ ഇവിടെ. ശരി എന്നാ. ശരി. എന്താ നോക്കിയടി? എന്താടി ഇത്? ശ്രീലക്ഷ്മിക്കുള്ള ഡിവോഴ്സ് നോട്ടീസ് ആച്ച. ഡിവോഴ്സ് നോട്ടീസോ? ഒരു സംശയം ചോദിച്ചോട്ടെ അമ്മായി. ഋതിക കുറെയേറെ മോശം വാക്കുകള് ദീപേട്ടിനെ കുറിച്ച് പറഞ്ഞു. ഒരാള് ഇത്രയൊക്കെ മോശമാവോ? എന്തായാലും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കല്ലേ. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിയട്ടെ, അപ്പൊ പഠിച്ചോളും. ഋതുമോള് നുണയൊന്നും പറയില്ല. അവള് പറഞ്ഞതൊക്കെ സത്യ. മോളെ, അവന്റെ ഒരു വല്ലാത്ത സ്വഭാവ. ഒരു മനുഷ്യനും അവന്റെ അടുത്ത് അടുക്കാൻ കഴിയില്ല. ഒരു പെണ്ണ് കൊച്ചിനെ എടുത്തിട്ട് കരഞ്ഞും പിഴിഞ്ഞും ഇവനെ ശപിച്ചിട്ട് അല്പം മുമ്പ് ഇവിടുന്ന് ഇറങ്ങി പോയതേയുള്ളൂ. മോള് ഇവന്റെ അടിയും തൊഴിയും കൊണ്ട് ഇവിടുന്ന് പോവാതിരിക്കാൻ വേണ്ടി ഋതുമോള് പറഞ്ഞതാ. വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിച്ചോ. അംബിക അമ്മയോ? ദീപേട്ടനമ്മ? ഉള്ളത് പറയാലോ, ഇങ്ങനൊരു നെറികെട്ട അമ്മായി അമ്മയെ തപസ്സിരുന്ന ആർക്കും കിട്ടില്ല. കൊറേ അസൂയക്കാരും പരദൂഷണക്കാരും ഒക്കെ ഇവിടെയുണ്ട്. അതൊന്നും കാര്യാക്കണ്ട. അതെല്ലാ കുടുംബത്തിലും കാണുമല്ലോ. ഞാനതൊന്നും അങ്ങനെ കാര്യമാക്കിയിട്ടില്ല. അയാളെന്റെ ശത്രുവായിരുന്നു. പക്ഷേ ശത്രുവിന്റെ നാശം കണ്ട് ആനന്ദിക്കുന്നവനല്ല പ്രതാപവർമ്മ. മഹാപാപികളിൽ ഒരാൾ മാനസാന്തരപ്പെട്ട അതിലും വലിയ സമ്മാനം ദൈവത്തിന് കൊടുക്കാനല്ല. അനന്തപിള്ള അടിമുടി മാറിയിരിക്കുക. അതുകൊണ്ട് ചേച്ചി തീരുമാനിച്ചതും ദീപക് അനന്തപിള്ളയ്ക്ക് വാക്കുകൊടുത്തതുമായ ഈ വിവാഹം നടക്കുന്നതിന് എനിക്ക് എതിർപ്പൊന്നുമില്ല. എന്റെ ഈശ്വര, ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ചില ഉപാധികളോടെ ഈ കല്യാണം നടത്താൻ ഞാൻ അനുവദിക്കൂ. ഇവന്റെ പേരിൽ ഒരു കംപ്ലൈന്റും ഇനി എന്റെ മുന്നിൽ വരാൻ പാടില്ല. ഇന്നലെ വരെ ഇവൻ ചെയ്തിട്ടുള്ള എല്ലാ മര്യാദകേടുകളും ഞാൻ എഴുതി തള്ളിയിരിക്കുന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദിവ്യ യവനെ ഉപേക്ഷിച്ചു പോയതാണെങ്കിലും അവൾ എപ്പോ കുഞ്ഞുമായി തിരികെ വന്നാലും ആ കുഞ്ഞിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം യവന് തന്നെയായിരിക്കും. ഈ നിബന്ധനകളെല്ലാം അംഗീകരിക്കെങ്കിൽ മാത്രം ഈ കല്യാണം നടത്താം.
അച്ഛ പ്രിയജി എന്താ കാര്യം? ജേട്ടനെങ്കിലും എന്താ കാര്യം എന്ന് പറ. അല്ല അത് എപ്പോഴായാലും ഇത് അറിഞ്ഞേ പറ്റൂ. ഇവർക്കൊക്കെ പറയാൻ വലിയ പ്രയാസ. ഞാൻ തന്നെ പറയാം. പിന്നെ നീ ഇത് കേട്ട് വിഷമിക്കുന്നു വേണ്ട. എന്തിനീ അതിനൊരു പരിഹാരം ഉണ്ടല്ലോ. കാര്യം പറ ജേട്ടാ. പിന്നെ നിന്റെ പേരിൽ ഹരീഷ് ഡിവോഴ്സ് നോട്ടീസ് അയച്ചു. ഇത് ഹരീഷിനോട് ചോദിച്ചിട്ട് എന്നെ കാര്യം. എന്നെ വീടമ്മേ, എന്നെ വീട്. എനിക്ക് ഹരീഷിനോട് ചോദിച്ചേ പറ്റൂ. അമ്മ വീട് എനിക്ക് ചോദിച്ചേ പറ്റൂ. എനിക്ക് ചോദിക്കണം. അമ്മ എന്നെ വീട്. വീടമ്മേ, എനിക്ക് ചോദിക്കണം. മോളെ നീ ഇപ്പൊ പോണ്ട. എന്നെ വിട്ടേ പറ്റൂ. ഞാൻ പറഞ്ഞത്